അഭിമന്യു കേസിൽ കാണാതായ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പി പ്രോസിക്യൂഷൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. 2019 രേഖകൾ നഷ്ടമായതെന്ന്. 2023 സെപ്റ്റംബറിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹൈക്കോടതിയെ വിവരം അറിയിച്ചതായും കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ നടപടിയിൽ പ്രതിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ രേഖകളുടെ ആധികാരികത പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. അഭിമന്യു കേസിലെ കുറ്റപത്രം ഉൾപ്പെടെ നഷ്ടപ്പെട്ട 11 രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് രേഖകൾ പുനർനിർമ്മിച്ചതെന്നും അത് ചോദ്യം ചെയ്യാൻ പ്രതിഭാഗത്തിന് കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രതിഭാഗത്തിന്റെ കയ്യിലുമുണ്ട്. ഇതിന്റെ സുതാര്യത പരിശോധിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ച രേഖകളുമായി ഈ രേഖകൾ താരതമ്യം ചെയ്യാമെന്നും കോടതി പറഞ്ഞു. പ്രതിഭാഗത്തിന്റെ വാദത്തിനായി കേസ് ഈ മാസം 25-ലേക്ക് മാറ്റി. റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായതുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയ രേഖകളുടെ ജെനുവിനെസ് മാത്രമാണ്. അപ്പോൾ അത് പ്രതിഭാഗത്തിന് വിചാരണയ്ക്കായിട്ട് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഈ രേഖകളുടെ എല്ലാം കോപ്പികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പികൾ ഹാജരാക്കി അതും ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുമായി ഒത്തുനോക്കി അതിന്റെ ജെനുവിനെസ് കണ്ടെത്തുന്നതിന്റെ പ്രോസസ്സിലേക്കാണ്. 2019 അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടമായത്. 2023 സെപ്റ്റംബർ 23 ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് തന്നെ ഹൈക്കോടതിയെ വിവരം അറിയിച്ചിരുന്നതായും കോടതി പറഞ്ഞു. കോടതിയിൽ നിന്നും രേഖകൾ നഷ്ടപ്പെട്ടത് പരിശോധിക്കാൻ എൻക്വയറി കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രേഖകൾ കാണാതാകുന്നത് സാധാരണമാണെന്നും കോടതി വ്യക്തമാക്കി. മീഡിയ 1 കൊച്ചി.